എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നമ്മുടെ ഫാർമസി പരീക്ഷകളൊക്കെ കേരള PSC ആയിട്ടുള്ള ബന്ധപ്പെട്ട വിജ്ഞാപനങ്ങളെ സംബന്ധിച്ച് പരീക്ഷകളൊക്കെ കഴിഞ്ഞു. ആ സമയത്താണ് നമുക്ക് RRBയുടെ പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ സോണുകളിലായിട്ട് പാരാമെഡിക്കൽ റിക്രൂട്ട്മെന്റ് പ്രഖ്യാപിച്ചു. അപ്പോൾ RRB ഫാർമസിസ്റ്റ്, നമ്മുടെ ഫാർമസിസ്റ്റ് പരീക്ഷകളും അതിന്റെ കൂടെ തന്നെ അനൗൺസ് ചെയ്യപ്പെടുകയുണ്ടായി. ഓക്കെ, അപ്പൊ നമ്മള് RRBയുടെ ഫാർമസിസ്റ്റിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ്. എക്സാം ഡേറ്റിനോടൊപ്പം മാസ്റ്റർ കി അക്കാദമിയുടെ ഒരു 30 ദിവസം കൊണ്ട് നമുക്ക് സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ 30 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് മാസ്റ്റർ കി അക്കാദമിയുടെ ടീം ഫാർമ എത്തിയിരിക്കുകയാണ്. അപ്പോ നമുക്ക് 30 ദിവസം, നമുക്കറിയാം 100 മാർക്കിന്റെ ചോദ്യമാണ്. അതിൽ 70 മാർക്കും നമുക്ക് ഫാർമസി റിലേറ്റഡ് മേഖലയിൽ നിന്നാണ് 70 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത്. ബാക്കി 30 മാർക്ക് നമുക്കറിയാം സയൻസ്, അതുപോലെ തന്നെ നമ്മുടെ GK പോർഷൻസ് എല്ലാത്തിൽ നിന്നും സയൻസ്, GK, IT, കോൺസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു മേഖലയിൽ നിന്നൊക്കെ കൂടെ ആയിരിക്കും ബാക്കി 30 മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പം 70 മാർക്കും ഫാർമസി റിലേറ്റഡ് ആണ്. 30 മാർക്ക് നമ്മുടെ GK പോർഷൻസിൽ നിന്ന് എല്ലാം കൂടെ, നമുക്ക് സയൻസ് എല്ലാം കൂടെ 30 മാർക്ക് വരും. ഓക്കെ, അപ്പൊ ഈ 30 മാർക്ക് നേടുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി. 70 മാർക്കിൽ നമുക്ക് അത്യാവശ്യം ബേസ് ഉള്ളവരാണ്. നമ്മൾ നന്നായിട്ട് മുൻ വർഷങ്ങളിലൊക്കെ കേരള PSCയുടെ ഒക്കെ അടക്കം പരീക്ഷകൾ എഴുതിയാണ്. ഡിഗ്രി ലെവലായാലും ഡിപ്ലോമ ലെവലായാലും ഒക്കെ പരീക്ഷകൾ എഴുതി ശീലിച്ചവരാണ്. നമുക്ക് ഈ 70 മാർക്കിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു പരിചയമുള്ളതും കേട്ടു പരിചയമുള്ളതും ഒക്കെ ആയിരിക്കാം. എങ്കിൽ കൂടി ഈ 30 മാർക്ക്, ഈ 30% വരുന്ന ആ ഒരു 30 മാർക്കാണ് റാങ്ക് നിർണയിക്കുന്നതും നമ്മുടെ ലിസ്റ്റിൽ, നമ്മുടെ റാങ്ക് പട്ടികയിൽ ആദ്യം എത്തിക്കുന്നതും ആ പറഞ്ഞ 30 മാർക്കാണ്. അപ്പോ കൃത്യമായിട്ട് നമ്മൾ ഫാർമസി റിലേറ്റഡ് ടോപ്പിക്ക് കവർ ചെയ്യുന്നതിനോട് അടക്കം അത്രമേൽ പ്രാധാന്യത്തോടുകൂടി എന്തും പഠിക്കണം. നമ്മുടെ ആ ഒരു GK 30 മാർക്കിന്റെ GK പോർഷൻസ് കൂടെ പഠിക്കണം. നമുക്കറിയാം വിവിധ മേഖലയിൽ നിന്ന് ചോദിക്കും. ഈ 30 മാർക്ക് എന്ന് പറഞ്ഞ വിവിധ മേഖലയിൽ നിന്ന് ചോദിക്കും. അതുകൊണ്ട് മാക്സിമം ആ 30 മാർക്ക് നമുക്ക് 30-ൽ ഏറ്റവും കുറഞ്ഞത് 20-22 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കവർ ചെയ്തെടുക്കാൻ പറ്റണം. ഓക്കെ, അപ്പോ മാസ്റ്റർ കി അക്കാദമി 30 ദിവസത്തേക്ക് 30 ഡേയ്സ് കൊണ്ട് നമുക്ക് സ്റ്റഡി പ്ലാൻ വെച്ച് നമ്മൾ പഠിക്കും. 30 ദിവസം കൊണ്ട് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്യും. പരീക്ഷയിൽ മുന്നിലെത്താൻ അത് തന്നെ മതിയാവും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്ത് കൂടെ കൂടിക്കൂ. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 30 ദിവസം സ്റ്റഡി പ്ലാൻ എന്താണെന്ന് അറിയണ്ടേ, എന്നാ പരീക്ഷ എന്നറിയണ്ടേ. ഇനി നമുക്ക് അത് നോക്കാം. നോക്കിയേ നമ്മുടെ പരീക്ഷ നോക്ക്. പാരാമെഡിക്കലിന്റെ സെൻട്രലൈസ്ഡ് എംപ്ലോയി നോട്ടിഫിക്കേഷൻ നമ്പർ 4/2024, 4/2024 ആണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്പർ. അപ്പോ നമുക്ക് എന്താണ് ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് പാരാമെഡിക്കൽ കാറ്റഗറീസിന് എന്നാണ് നമ്മുടെ ടെസ്റ്റ്. നമുക്ക് നോക്കാം. ഓക്കെ, കാറ്റഗറി നമ്പർ 4/2024 പാരാമെഡിക്കൽ ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് CBT ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. എക്സാമിന്റെ ഡേറ്റ് നോക്കി, 28 ഏപ്രിൽ ടു 30 ഏപ്രിൽ, 3 ദിവസമാണ് നമുക്ക് പാരാമെഡിക്കലിന്റെ പരീക്ഷ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പരീക്ഷകളും എല്ലാവർക്കും 28-നും 30-നും ഇടയ്ക്കായിരിക്കും പരീക്ഷ. 3 ദിവസമായിട്ടാണ്, 28, 29, 30. ഈ 3 ദിവസങ്ങളിൽ ഒരു ദിവസം നിങ്ങൾക്ക് എന്തുണ്ടാവും, പരീക്ഷയുടെ സ്ലോട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോകാം. ഇനി നമുക്ക് സ്റ്റഡി പ്ലാൻ ആണ് നോക്കേണ്ടത്. നമ്മൾ എങ്ങനെ 30 ദിവസം കൊണ്ട് നമ്മൾ ഈ സിലബസ് എങ്ങനെ കവർ ചെയ്യും. RRB ഫാർമസിസ്റ്റ് എക്സാം സ്റ്റഡി പ്ലാൻ 30 ഡേയ്സ് ഫാർമ സബ്ജക്റ്റ് ആണ് നമ്മൾ 30 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് പഠിച്ചു വരുന്നതിനോടൊപ്പം തന്നെ സയൻസ് ആയാലും ബാക്കിയുള്ള GK പോർഷൻസ് ആയാലും നമ്മൾ സൈഡിൽ കൂടെ കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പം നമുക്ക് 70 മാർക്കിനുള്ള 30 ദിവസം കൊണ്ട് കവർ ചെയ്യാവുന്ന സ്റ്റഡി പ്ലാൻ ആണ് നമുക്കിപ്പോ നിലവിൽ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്ക് ഓരോ ഡേയിലും എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം. ഫാർമസ്യൂട്ടിക്സ് 1 ആണ് ആദ്യത്തെ ദിവസം. ഓക്കെ, ഫാർമസ്യൂട്ടിക്സ് 1 ആണ് നമുക്ക് ആദ്യത്തെ ദിവസം വരുന്നത്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡോസേജ് ഫോംസ്, ഇൻട്രൊഡക്ഷൻ ടു ഫാർമാകോപ്പിയസ്, മെട്രോളജി,
പാക്കിംഗ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ, സൈസ് റിഡക്ഷൻ, സൈസ് സെപ്പറേഷൻ തുടങ്ങി ഫാർമസ്യൂട്ടിക്സ് 1-നകത്ത് വരുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഡേ 1-ൽ പഠിക്കും. ഡേ 1-ൽ പഠിക്കും. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആണ് നമുക്ക് ഡേ 2-ൽ പഠിക്കാനുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1 ആണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്? 2-ാമത്തെ ദിവസം പഠിക്കാനുള്ളത്. ആസിഡ്, ബേസസ് ആൻഡ് ബഫേഴ്സ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ നമ്മൾ എന്ത് പഠിക്കും? 2-ാമത്തെ ദിവസം പഠിക്കും. ഫാർമക്കോഗ്നസി ആണ് 3-ാമത്തെ ദിവസം. ഫാർമക്കോഗ്നസി, അതിന്റെ ഡെഫിനിഷൻസ്, ഹിസ്റ്ററി, സ്കോപ്പ്, അതുപോലെ തന്നെ വേരിയസ് സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗ്സ്, അങ്ങനെയുള്ള ഡ്രഗ് ഇവാലുവേഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് ഫാർമാസ്യൂട്ടിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു മേഖലയിൽ വരുന്ന ഫാർമക്കോഗ്നസി വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ 3-ാമത്തെ ദിവസം പഠിക്കും. അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ആണ് നമുക്ക് 4-ാമത്തെ ദിവസം വരുന്നത്. ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ആണ്. അതിൽ കൃത്യമായിട്ട് ഏതാ പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഓക്കെ. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ് നമ്മൾ 5-ാമത്തെ ദിവസം പഠിക്കുന്നത്. ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ് നമ്മൾ 5-ാമത്തെ ദിവസം പഠിക്കുന്നത്. 6-ാമത്തെ ദിവസം ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി, കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് ഹെൽത്ത് തുടങ്ങിയവയെല്ലാം നമ്മൾ 6-ാമത്തെ ദിവസം പഠിക്കും. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസിയാണ് നമ്മൾ 6-ാമത്തെ ദിവസം പഠിക്കുന്നത്. 7-ാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്സ് 2 ആണ് 7-ാമത്തെ ദിവസം വരുന്നത്. 7-ാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക് 2 ആണ് 7-ാമത്തെ ദിവസം വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 2 ആണ് നമ്മൾ 8-ാമത്തെ ദിവസം വരുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 2 ആണ് 8-ാമത്തെ ദിവസം. 9-ാമത്തെ ദിവസം ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളാണ് നമ്മൾ അന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഫാർമക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രഗും, ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജിയും, സ്കോപ്പ് ഓഫ് ഫാർമക്കോളജിയും, ഇതെല്ലാം ഈ മേഖലക്കകത്ത് വരുന്നതാണ്. ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജിക്ക് അതിൽ വരുന്നതാണ്. വളരെ ഡ്രഗ് ആക്ടിങ് ഓൺ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ 9-ാമത്തെ ദിവസം പഠിക്കും. സ്റ്റഡി പ്ലാൻ പ്രകാരം 9-ാമത്തെ ദിവസം നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ഇത്രയും ദിവസം കൊണ്ട്, വളരെ ചുരുക്കം ദിവസം കൊണ്ട് നമുക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോകാനുള്ള കാര്യങ്ങളാണ് ഈ ഒരുക്കി തരുന്നത്. വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ പോയിട്ട് കൃത്യമായി പരീക്ഷ എഴുതി തിരിച്ചു വരാൻ പറ്റും. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ പറ്റും. റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ പറ്റും. അപ്പോ 10-ാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് ആണ്. നമുക്കറിയാം ഫാർമസി ആക്ടും ഡ്രഗ്സ് കോസ്മെറ്റിക്സ് ആക്ടും ആക്ടുകളും ഒക്കെ വരുന്ന, അതുപോലെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ഒക്കെ വരുന്ന ഒരു മേഖലയാണ് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്. അതാണ് നമ്മൾ 10-ാമത്തെ ദിവസം നോക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ 11-ാമത്തെ ദിവസം ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആണ് നമ്മൾ 11-ാമത്തെ ദിവസം നോക്കുന്നത്. 12-ാമത്തെ ദിവസം ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി. ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി ആണ് നമ്മൾ 12-ാമത്തെ ദിവസം പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഹോസ്പിറ്റൽ ഫാർമസി അടക്കമുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽ ഫാർമസി, ഡെഫിനിഷൻസ്, ഫങ്ഷൻസ്, ഒബ്ജക്റ്റീവ്സ്, ലൊക്കേഷൻ, ലേഔട്ട്, ഫ്ലോ ചാർട്ട് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മെൻ, ഔട്ട് പേഷ്യന്റ് സർവീസസ്, റിക്വയർമെന്റ് ആൻഡ് എബിലിറ്റീസ് റിക്വയർഡ് ഫോർ എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് തുടങ്ങി ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസിക്കകത്ത് വരുന്ന മുഴുവൻ ഏകദേശം പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മുഴുവൻ നമ്മൾ 12-ാമത്തെ ദിവസം തീർക്കും. അതുപോലെ തന്നെ 13-ാമത്തെ ദിവസം നമുക്ക് മിക്സിംഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്സ് 1 ആണ്. 13-ാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്സ് 1 ആണ്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1 ആണ് 14-ാമത്തെ ദിവസം. 15-ാമത്തെ ദിവസം ഫാർമക്കോഗ്നസിയിലെ ബാക്കിയുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചതിന്റെ ബാക്കിയുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ 15-ാമത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫാർമക്കോഗ്നസി ആണ്. 16-ാമത്തെ ദിവസം ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി ആണ്. 16-ാമത്തെ ദിവസം ബയോ കെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പാത്തോളജി പഠിക്കും. 17-ാമത്തെ ദിവസം ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി വീണ്ടും പഠിക്കുവാണ് നമ്മൾ. 18-ാമത്തെ ദിവസം ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി പഠിക്കും. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി വീണ്ടും നമ്മൾ 18-ാമത്തെ ദിവസം പഠിക്കും. 19-ാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്സ് 2, 20-ാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 2, 21-ാമത്തെ ദിവസം ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജിയിലെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ പഠിക്കും. 22-ാമത്തെ ദിവസം ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിന്റെ ബാലൻസ് ടോപ്പിക് നമ്മൾ പഠിക്കും. 23-ാം തീയതി ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് പഠിക്കും. ബാങ്കിങ് ആൻഡ് ഫിനാൻസ്, ക്യാഷ് ബുക്ക്, ജനറൽ ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്, പി ആൻഡ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, സിമ്പിൾ ടെക്നിക് ഓഫ് അനാലൈസിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തുടങ്ങി ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിലെ കാര്യങ്ങളൊക്കെ നമ്മൾ 23-ൽ വീണ്ടും പഠിക്കുകയാണ്. അതിന്റെ പരീക്ഷ എഴുതും. 24-ാമത്തെ ദിവസം ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ആൻഡ് ഫാർമസി. ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ആൻഡ് ഫാർമസി ആണ് നമുക്ക് 24-ാമത്തെ ദിവസം പഠിക്കാനുള്ളത്. നമ്മൾ വെറുതെ പഠിച്ചു പോവാണോ ചെയ്യുന്നത്? ഒരു 30 ദിവസം സ്റ്റഡി പ്ലാൻ തന്നു.
നിങ്ങൾ വേണമെങ്കിൽ പഠിക്കൂ എന്ന് പറഞ്ഞിട്ട് പഠിച്ചു പോവല്ല. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അന്ന് ഈവനിങ് അതിന്റെ എക്സാം ഉണ്ടാവും. നമ്മൾ പഠിച്ച് നന്നായിട്ട് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ റെഫർ ചെയ്ത് നന്നായിട്ട് പഠിച്ച് ക്ലാസ് കേട്ട് പഠിച്ചിട്ട് ഈവനിങ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെ ചെന്നിട്ടുണ്ട്, നമുക്ക് എവിടൊക്കെയാണ് പോരായ്മകളുള്ളത്, നമ്മൾ എങ്ങനെ ഇനി പഠിക്കണം, എങ്ങനെ ചേഞ്ച് ചെയ്യണം, പഠന മെത്തേഡ്, നമ്മുടെ ലേണിംഗ് സ്ട്രാറ്റജി, പഠിക്കുന്ന രീതി മാറ്റേണ്ടതുണ്ടോ എന്നൊക്കെ നമുക്ക് ഓരോ പരീക്ഷകൾ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നിങ്ങളെ ഈ 30 ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൃത്യമായി സ്റ്റഡി പ്ലാൻ തന്നിട്ട് ഈവനിങ് അതിന്റെ എക്സാമും നടത്തി പോവാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് എക്സാം നടത്തുമ്പോൾ നമ്മുടെ കോഴ്സ് മെന്റർ ഉണ്ട്, കൃത്യമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരും. അതായത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നിങ്ങൾ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ റിസൾട്ട് ഷെയർ ചെയ്യണം. അതിന്റെ കൂടെ തന്നെ കോഴ്സ് മെന്റർ ഓരോ ദിവസത്തെയും നിങ്ങളുടെ റിസൾട്ടുകൾ, എത്ര പേര് പരീക്ഷ എഴുതി, ആരാണ് ആദ്യം വന്നത് തുടങ്ങി റിപ്പോർട്ടുകൾ ഓരോ ദിവസവും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, മെന്റർ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ പുറകെ നിൽക്കുന്ന ആളെ മുന്നിൽ എത്തിക്കാനും ഒക്കെ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നോക്കിയേ, 25-ാം തീയതി ഫാർമസ്യൂട്ടിക്സ് 1 സ്റ്റെറിലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, പ്രോസസിംഗ് ഓഫ് ടാബ്ലറ്റ്, പ്രോസസിംഗ് ഓഫ് ക്യാപ്സൂൾസ് തുടങ്ങി ഉള്ള കാര്യങ്ങൾ മുഴുവൻ 25-ന് നമ്മൾ പഠിക്കും. 26-ാം തീയതി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1 ബാലൻസ് ഉള്ളത് പഠിക്കും. 27-ാം തീയതി ഫാർമക്കോഗ്നസി പഠിക്കും. ഫാർമക്കോഗ്നസി 27-ന് പഠിക്കും. 28-ാം തീയതി ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയുടെ ബാലൻസ് പോർഷൻ നമ്മൾ പഠിക്കും. ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി പഠിക്കും. 29-ാമത്തെ ദിവസം നമ്മൾ എന്ത് പഠിക്കും? ഫാർമക്കോളജി ആൻഡ് ടോക്സിക്കോളജി നമ്മൾ പഠിക്കും. ഓക്കെ, 30-ാമത്തെ ദിവസം ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി പഠിക്കുന്നതോടുകൂടി നമ്മുടെ 70 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുള്ള 70 മാർക്കിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായി കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഈ 70 മാർക്കിനോടൊപ്പം തന്നെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്താതെ ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇത് പഠിച്ച് ഓരോ ദിവസം പോകുന്നതിന്റെ കൂടെ സമാന്തരമായിട്ട് അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാം ബാക്കിയുള്ള GK പോർഷൻസ്. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ 70 മാർക്ക് അല്ല, അതിനോടൊപ്പം വരുന്ന 30 മാർക്കില് സ്കോർ ചെയ്യുന്നതനുസരിച്ചാണ് നിങ്ങൾക്ക് എന്തുണ്ടാവുന്നത്, നിങ്ങളുടെ റാങ്ക് പട്ടികയിൽ നിങ്ങൾ ആദ്യം എത്തുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ സബ്ജക്ട് മാത്രം പഠിച്ചാൽ മതി എന്ന് വിചാരിക്കരുത്. സബ്ജക്ട് മാത്രം പഠിച്ച് ഞാൻ റാങ്ക് ലിസ്റ്റ് വരുമെന്ന് വിചാരിക്കണ്ട. നമുക്ക് മത്സര പരീക്ഷയെ സംബന്ധിച്ച് 1/2 മാർക്ക്, 1 മാർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1 മാർക്കിനൊക്കെ നമ്മൾ പുറകിൽ പോയാൽ 100 പേർക്കും 1000 പേർക്കും ഒക്കെ RRB പോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ്. അപ്പോ നമ്മള് 1 മാർക്കിന്റെ പുറകിൽ പോയാൽ നമ്മൾ എത്ര 1000 ആളുകളുടെ പുറകിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് 1 മാർക്കും നമുക്ക് ചെറുതല്ല. മത്സര പരീക്ഷയെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബാക്കിയുള്ള 30 മാർക്കിനുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി, കൃത്യമായ പഠനം നമ്മൾ നടത്തിയിരിക്കണം. ഓക്കെ, അത് സംബന്ധിച്ചുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസും എക്സാംസും ഒക്കെ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ യാതൊന്നും വറി ചെയ്യേണ്ട. നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് ക്ലാസ്സുകളായാലും മെറ്റീരിയൽസ് ആയാലും എക്സാം ആയാലും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴി ലഭിച്ചുകൊണ്ടേയിരിക്കും എക്സാം വരെ. ഞങ്ങൾ ഏറ്റവും ചെറിയ ഫീസിലാണ്, മാസ്റ്റർ കീ അക്കാഡമി ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മുടെ റെയിൽവേ, ഫാർമസി അടക്കമുള്ള പരീക്ഷകളുടെ കോച്ചിങ് നൽകുന്നത്. ക്രാഷ് ബാച്ചിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 1999 രൂപ മാത്രം അടച്ചാൽ മതി. 1999 രൂപയ്ക്കാണ് ഈ ഒരു ഫുൾ കോഴ്സ് കൊടുക്കുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോ എല്ലാവർക്കും പരീക്ഷാ ഡേറ്റ് എത്തി, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക് യു.